വാസവി എന്റെ സ്പെക്സ് എവിടെയാ? അച്ഛാ, അച്ഛന്റെ സ്പെക്സ്. അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയ്. ആക്ച്വലി സിറ്റുവേഷൻ ഇസ് സെൻസിറ്റീവ്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു കൺവേ. നീ കാര്യം പറടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നിന്റെ ലവ് മാറ്റർ നീ തന്നെ പറഞ്ഞോ. എനിക്ക് അച്ഛനെ കണ്ടാ പേടിയാണ് മമ്മി. എന്തോടാ? ഒന്നുമില്ലേട്ടാ, നമ്മുടെ കാഞ്ചന ഒരു പയ്യനുമായിട്ട് സ്നേഹത്തില. ആ ചെക്കനാടാ അന്ന് എന്നെ റോഡ് ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചില്ലേ, അവനാ. ചേച്ചി നാട്ടിൽ പോയപ്പോ കൂടെ പോയെന്ന് പറയാൻ പാടില്ലല്ലേ? അതൊന്നും പറയരുതടാ. അതേട്ടാ, അവനാ കൂടെ നിന്ന് കാഞ്ചനയെ സഹായിച്ചത്. ചേച്ചി ആ ഏട്ടന്റെ അമ്മേനെയും അച്ഛനെയും അമ്പലത്തിൽ വെച്ച് കണ്ടത് പറയാൻ പാടില്ല അല്ലേ? അപ്പൊ എല്ലാം സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവല്ലേ? ഇവൻ കാര്യം അറിയത് എന്തൊക്കെയോ പറയാ. അമ്പലത്തിൽ വെച്ച് യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയതാ. അതെ കൊച്ചാ, അവര് നല്ല കുടുംബക്കാരാ. കപിലെന്നെ നന്നായി നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം നീ ആ ചെക്കനെ കണ്ട് സംസാരിച്ചാ നന്നായിട്ടുണ്ടാവുന്നാണ് ഞങ്ങളുടെ ഒക്കെ. ഇന്ന് വൈകിട്ട് എന്റെ ഓഫീസിനടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് വരാൻ പറയും, ഞാൻ സംസാരിക്കാം. All the best. അയ്യോ, സമയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എക്സ്ക്യൂസ് മീ സർ, ലിഫ്റ്റ്. സർ സർ, ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല, ലിഫ്റ്റ് തരാൻ പറ്റുമോ? 1 minute. ഓക്കെ ഓക്കെ. ആ പറഞ്ഞേക്കറേ. എവിടെയുള്ളത്? എന്റെ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ഓ, ലിഫ്റ്റ് ചോദിച്ചു വന്നോണ്ടിരിക്കുക. അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്കിളിനോട് വൈറ്റ്ലയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കേ. ഓക്കെ, 1 second. അങ്കിൾ എവിടെയാ പോകുന്നത്? ഞാൻ വൈറ്റിലേക്കാ. നീ ഒന്നും ഓർഡർ ചെയ്യണ്ട, ഞാൻ വന്നിട്ട് ഓർഡർ ചെയ്യാം. അങ്കിളിന് സർപ്രൈസ് കൊടുക്കണ്ടേ? ഓക്കെ, ബൈയുടെ ചക്കര. ബൈ. എവിടെ വർക്ക് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ അങ്കിൾ, മൈക്രോടെക്കിലാണ് ജോബ്. സാലറി എത്രയുണ്ടാവും? അറൌണ്ട് 60K ഉണ്ടാവും അങ്കിൾ. പറയാമേ. കപിൽ, ഫോണിൽ ബാലൻസ് കഴിയാറായിടാ. റൈറ്റ്, മനസ്സിലായി. ഫോൺ റീചാർജ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ചെയ്തേക്കാമേ, ഞാൻ ചെയ്യാം. ബൈ. അങ്കിൾ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യോ? താങ്ക്സ് ഫോർ ദ ലിഫ്റ്റ് അങ്കിൾ. ഓക്കെ ഓക്കെ. ആ പയ്യൻ ഇനി വന്നില്ലേ? ഓൺ ദ വേയിലുള്ളത്. ഇപ്പൊ എത്തും കൊച്ചാ. കൊച്ചാ, അതാ. അമ്മ, ഫോൺ റീചാർജ് ആയോ? ഹേയ്, ഇവനാ ഞാനിപ്പോ ലിഫ്റ്റ് കൊടുത്തത്. സോറി കൊച്ചാ, ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെന്തോ ഓർഡർ ചെയ്യാന്നല്ലേ പറഞ്ഞത്. അവനോട് ഓർഡർ ചെയ്യാൻ പറയും, ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. ശരി അമ്മ. ഹായ്. എന്തു എന്തിനാണ് ഓടി വരുന്നത്? എന്തു പറ്റി ബോസ്? ആദ്യം പുള്ളി 20,000 അടച്ചു, പിന്നെ വീണ്ടും 50,000 ബെറ്റിംഗ് വെച്ചിരിക്കുക. പണം ചോദിച്ചപ്പോ ടോയ്ലറ്റ് വഴി രക്ഷപ്പെട്ട് ഓടുക. ബോസ്, ഇപ്പൊ എന്റെ അടുത്ത് അത്രയും പണമില്ല. ഒരു 4 ദിവസം അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ തന്നേക്കാം. അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ അടച്ചിട്ട് പോ. സാർ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം. എന്തിനാ ചേട്ടാ? നമ്മുടെ ക്ലബില് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നവർ 2 ദിവസമായിട്ട് വരുന്നില്ലല്ലോ. യവനെ കൊണ്ടുപോകും ചേട്ടാ. നല്ല ഐഡിയാടാ. ഡാ പോടാ. ബോസ് ബോസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം പ്ലീസ്. ഞാൻ 2 ദിവസത്തിൽ പണം തന്നേക്കാം പ്ലീസ് ബോസ്. കൺവിൻസ് ചെയ്യുമ്പോ കോളർ പിടിക്കണം. സോറി, എന്തെങ്കിലും പറ്റിയോ? ബോസ്, 2 ദിവസത്തിൽ തരാന്ന് പറഞ്ഞില്ല ബോസ്. കേട്ടില്ലെങ്കിൽ ചിലപ്പോ ഞാൻ അടിക്കും. അടിക്കോ നീ? എന്നാ ഞാൻ കാണട്ടെ. പ്ലീസ് ബോസ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഇന്ന് നിന്റെ അച്ഛനെ കൊണ്ടുവന്നത് കൺഫേം ആണ്. ഡാ പോടാ. അടിച്ചില്ലടാ.
4 പറഞ്ഞില്ലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ? സിക്സോ? ഇതെന്താ ക്രിക്കറ്റ് കളി എന്ന് വിചാരിക്കാണോ? അയ്യോ ചെടി വേസ്റ്റ് ആയി പോയില്ലടാ. നീ പോടാ വേണ്ട. പോടാ. അ, അ, ഉം. എന്നാണ് ചക്കര പുതിയത് വാങ്ങിച്ചോ? ഡാ, നിനക്ക് എന്റെ അച്ഛനെ കൊണ്ട് തന്നെ ടോയ്ലറ്റ് കഴിപ്പിക്കണല്ലേ? കഴിപ്പിക്കണോടാ. ഇവന് നിന്റെ അച്ഛനെ കൊണ്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യിപ്പിക്കണം. വാ പോവാം. ദാ, കൊച്ചച്ച സംസാരമൊക്കെ വീട്ടിലെത്തിട്ട് വാ. ലാസ്റ്റ് വിക്കറ്റ്. അതാണ് അടിക്ക്. അവന് തന്നെ. ഓയ്. All out. കപിൽ കലക്കി മോനെ. അതൊരു ചെറിയ പ്രശ്നം മുത്തശ്ശ. അവര് കപിലിന്റെ അച്ഛനെ തല്ലാൻ പോയപ്പോൾ തടുത്തന്നേ ഉള്ളൂ. അച്ഛനടിക്കാൻ വന്ന ആരായാലും ദേഷ്യം വരാതിരിക്കോ മോളെ? അങ്ങനെ പ്രശ്നം നടക്കുമ്പോ എന്തിനാ പോയി കാണുന്നെന്ന് വെച്ചിട്ടായിരിക്കും കൊച്ചച്ഛൻ വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ആ ചെറുക്കനെ ഇപ്പൊ തന്നെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറ, ഇവിടുന്ന് സംസാരിക്കാം. സോറി സാർ, അതറിയാതെ നടന്നുപോയൊരു വഴക്കാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നടന്നതാണ്. എന്റെ അച്ഛനെ അടിക്കാൻ വന്നത് അതുകൊണ്ടാ. നിന്റെ അച്ഛനെ അടിക്കുക തന്നെ വേണം. അത് തന്നെയാണ് ശരി. എന്തൊക്കെയാ പറയുന്നത്? ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ആളെയാ ഇന്ന് ഞാൻ അവിടെ വെച്ച് കണ്ടത്. അതും മറ്റാരുമല്ല, നിന്റെ അച്ഛനാ. പേര് കമലാകർ അല്ല, ബെറ്റിംഗ് കമലാകർ. എന്റെ അച്ഛനെ കുറിച്ച് സാറിന് ഇങ്ങനെ അറിയാം? എറണാകുളത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ 2000 മുതൽ 2005 വരെ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം നാട് വിട്ടുപോയി. അല്ല, അവിടുന്ന് പേടിച്ചോടിയവനാ നിന്റെ അച്ഛൻ. ഈ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് എങ്ങനെ അറിയാവുന്നതായിരിക്കും? ശ്രീനിവാസ റാവു എന്നൊരാളുണ്ടായിരുന്നു, അറിയോ? അറിയാൻ വഴിയില്ല. എന്റെ ചേട്ടൻ, നിന്റെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട്. ഒരു ദുശീലവുമില്ലാതിരുന്ന എന്റെ ചേട്ടൻ നിന്റെ അച്ഛന് വേണ്ടി ആദ്യമായിട്ട് ബെറ്റിംഗ് ക്ലബിലേക്ക് കാലെടുത്ത് വെച്ചു.